ആ നല്ല വിശാലമായ ഗ്രൗണ്ട്. നീ താഴത്തേക്ക് ഇറങ്ങണില്ലേ? ഉണ്ണിക്കോട്ടെ എന്തിനാണ് പേടിക്കണേ? കാക്കയാ? കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. എടാ നീ നമുക്ക് ഒന്നിച്ചിറങ്ങാം എല്ലാ ദിവസവും. കുറയ്ക്കണേ നമുക്ക് കുറയ്ക്കാം. നടക്കുമോ ഓടുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം, വിഷയമല്ല. ആ വഴിയിലേക്ക് ഇറങ്ങല്ലോ എടാ. എടാ അങ്ങോട്ട് പോടാ ഉണ്ണി. വാ, നീ എങ്ങോട്ടേ വലിക്കണേ? അതാരാ വരുന്നതെന്ന് ചോദിക്കാം. അങ്ങോട്ട് വയ്ക്കാം. അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് നോക്ക്. അതാരാ നോക്കാം, അവിടെ നോക്കാം. ഇത് ആക്ഷൻ 4. ആക്ഷൻ 4. ഷുഗർ നമ്മൾ 9 മാസത്തെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ ഷുഗറിനുള്ള മരുന്നോടെ കൊടുത്തിട്ടുണ്ട്. ഷുഗർ കൂടുന്നുണ്ടല്ലോ, ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഷുഗർ കൂടുന്നല്ലോ അവിടെ. അതുകൊണ്ട് ഷുഗർ കുറഞ്ഞതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബോളും കൂടെ കൊണ്ടുവരേണ്ടി വരും. സത്യം പറയുന്നത് അത്യാവശ്യം നല്ല വലിയ ഗ്രൗണ്ടാട്ടോ. അത് ഡിസംബർ അവസാനത്തേക്ക് ആവുന്നോ? കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ സാർ ഇപ്പോൾ ഞങ്ങൾ ഒന്നാമതാണ് കൊച്ചിനെ ഇച്ചിരി വെച്ച് ഞാൻ ഒരാഴ്ചയിട്ട് കൂടെ ഉണ്ട്. എങ്ങോട്ടാ ഉണ്ണി? അവിടെ കഴിക്കടാ ഉണ്ണി. ഓടാ ഇനി അങ്ങോട്ട് ഓടാ. ഞാൻ അങ്ങോട്ട് ഓടിക്കും. നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ടോ കൊതു കടിക്കണേ? പിടിച്ചാണേ. ഏത് ഈ ഈ കുരുവാ? അത്തിപ്പഴാണത്. ഇത് ബ്ലഡ് ശുദ്ധീകരിക്കുന്ന സാധനം ഇത്. പക്ഷെ ഇത് തിന്നാൻ കൊള്ളു ഇതിന്. പിന്നെ ഇത് എന്നാ ക്വാളിറ്റി ഉള്ള സാധനം കാണിച്ചേ, ആ സാധനം കാണിച്ച്. ഇത് അരിഞ്ഞ് ഉണങ്ങാൻ വെക്കണം, എന്നാലും ഇതിന് മധുരമൊക്കെ എന്നിട്ട് സെറ്റ് ആവുള്ളൂ. അരിഞ്ഞ് ഉണക്കാൻ വെക്കണം അല്ലേ? അരിഞ്ഞ് ഉണങ്ങണം. ഇത് നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ച് പറിച്ചോണ്ട് പോവാം. ഈ സംഭവം എന്നാ പിന്നെ ഇപ്പൊ തന്നെ പറിക്കടാ. പഴുക്കണോടാ, പഴുക്കണം. അത് ചുമല നിറത്തി വരും. ചുമലല്ല, നമ്മൾ പറിച്ചു വെച്ചാൽ പഴുക്കല്ലേ? അകത്താ ചുമല. എന്താ പറിച്ചു വെച്ചാൽ പഴുക്കല്ലേ? അതിപ്പോ ഗൂഗിൾ ഓണാക്കിയാൽ നിങ്ങൾ കൃഷിക്ക് അല്ല മറ്റേ ഇത് പാചകത്തിന് ഉപയോഗിക്കുന്നതാണോ? അല്ലടാ, ഇത് മറ്റേ ഇത് ഫ്രൂട്ട്സിന്. ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ. അല്ല, ഇത് റോ ആയിട്ട് കഴിക്കും. നല്ല മധുര ആണല്ലേ? ഓ എൻ്റെ പൊന്നെ, ഇത് നമ്മുടെ തുരുത്തിപ്പള്ളിയിൽ നിൽപ്പുണ്ടല്ലോ. അയ്യോ നീ വീഴൂടാ ഉണ്ണി. നിക്കർ ഊരിപ്പോയി ചെറുക്കന്തേ. എടി അവനെ വന്ന് ഉണ്ണിക്കൂട്ടാൻ നിക്കർ മാറിക്കാൻ കൊണ്ടോ. അവൻ്റെ നിക്കർ ലൂസായി പോയി. അവൻ ഡയറ്റിംഗ് ആണെന്ന് അവൻ പറഞ്ഞത്. നല്ലൊരു സൂപ്പർ മരം. ഇതാണോ അത്തിപ്പഴമായിരുന്നു? ഇല്ലടാ വെറുതെ തോണി വരുന്നുണ്ടല്ലോ. നീ ഏതിലും മൂലയ്ക്ക് എടാ അല്ല, താഴത്തെ ടോയ്ലറ്റ് അല്ലേ ഉള്ളത്? പള്ളിയുടെ സൈഡിൽ ഇതുണ്ടാ ടോയ്ലറ്റ് ഉണ്ട്, അവിടെ പോയി ഒഴിച്ചു.
അതെല്ലാം റെക്കോർഡിക്കലായിട്ടുണ്ട്. ടോണിയുടെ കടബാധ്യതകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നിനക്ക് കമ്പനി വന്നു. ആ നിക്കറില്ലാത്ത ചേച്ചി കൊണ്ടു നടക്കണം. കാക്കാ മറിച്ചല്ലേ എന്തൊരു സ്നേഹപ്രകടനം. ഹായ് 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 എൻ്റെ പുറകിൽ നീ നിന്നോട്ടോ. ഹായ് ആ ബസ് കാണിക്കാം. ആ ബസ് ഇനി കൊടുക്കണ്ട ഏട്ടാ. ആ മേത്തേക്കേറി കൊടുക്കണ്ട. ഇല്ല അവൻ മേത്താക്കി കയറി ഇവിടെ. പിടിച്ചോണേ കെട്ടിപ്പിടി മറിഞ്ഞു വീണ. എടാ ഉണ്ണി നിനക്ക് നിക്കറില്ല കേട്ടോ. നിനക്ക് നിക്കറില്ല കേട്ടോ ഉണ്ണി. കൊടുക്കണം അത് കൊടുക്കണം. അവൻ എടുത്ത് ചിലപ്പോൾ എറിയോ. എന്നിട്ട് അവന് പുതിയ കമ്പനിക്കാരായി. ആ അത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ. സ്നേഹം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഉണ്ണിക്കൂട്ടാ എനിക്ക് സന്തോഷമായടാ. ആ പോവാന്ന് ഇവര് സ്ഥിരം ഇവിടെ ഉള്ളതല്ലടാ. ബ്യൂട്ടിഫുൾ നക്ഷത്രം ചന്ദ്രല്ലേ? 4 ദിവസം നാരകമുണ്ട്, ഗൂഢാലോചന ഉണ്ട്, അങ്ങനെ കുറേ ഇപ്പോൾ കിട്ടാവുന്ന ഫ്രൂട്ട്സ് പുള്ളിയുടെ വിളവെടുക്കാൻ പറ്റും. നല്ല കറുവേപ്പിലയുണ്ട്. വിളവെടുക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം പുള്ളി ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം ഈ പുഴയുടെ അപ്പുറത്തെ കട വെച്ച് വിൽക്കുന്നുണ്ട്. എല്ലാം ഓർഗാനിക് സാധനം. വില എങ്ങനെയാണ്? ധൈര്യപൂർവ്വം 40 കാണുന്ന വീട് ചുമലപ്പുള്ളി പുള്ളി ഭക്ഷണം ശരിക്കും. എടാ ഇപ്പൊ വന്ന ടീച്ചില്ലേ അത് വിശ്വരി പഠിപ്പിച്ചാന്നേ എന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് +2 ഒരു വർഷം ഉണ്ടായിരുന്നു. ബോൾ എടുക്കാൻ പോയ സോണീനെ ഇവനെ കാണലില്ല. അയ്യോ ഉണ്ണി അയ്യോ ഗോൾഫ് മഞ്ഞളിന്റെ ഇലയില്ലേ, മഞ്ഞളിന്റെ ഇഞ്ചിയുടെ ഒക്കെ ഇല പോലെ അങ്ങനെ നീണ്ടിരിക്കുന്നു. ഈ കല്യാണ സൗന്ദര്യോ എടാ അതെങ്ങനെയാടാ റോണി? ഓക്കെ എടാ രഞ്ജിത്തെ നാളെ അവളുടെ അടുത്ത് പോകുന്നുണ്ടോ? പൈസ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിച്ചോളാം, പൈസ ഇട്ടാക്കാൻ ഞാൻ പറഞ്ഞു. അതെ നമുക്ക് നമ്മുടെ വണ്ടി സെറ്റ് ചെയ്യാൻ പോയാൽ പിന്നല്ലാണ്ട് എല്ലാവരും ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കണം. ഞാൻ പറഞ്ഞു ചേച്ചിയല്ല വിളിച്ചതാ.
അനിയത്തിയിലായിരുന്നു. എനിക്കറിയാം, എൻ്റെ വിചാരം നമ്മളിപ്പോഴും ചെറുപ്പക്കാരാന്നല്ലേ. അതെ, നമ്മൾ ചെറുപ്പക്കാരാണ്. അമാറ ബൈക്കിൻ്റെ സൗണ്ടാണോ കേൾക്കണം? ഗേറ്റ് ഇടിച്ച് ചേർത്തിട്ടുണ്ട്. അല്ലല്ലോ.